എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CSIR CFTRIയിലേക്ക് ഇപ്പോൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. +2 യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന CSIR സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ CSIR CFTRIയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് 7 സെലക്ഷൻ്റെ ഭാഗമായിട്ട് OMR ബേസ്ഡ് എക്സാം ഉണ്ട്. എക്സാം വരുന്നത് ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലായിരിക്കും. റിസൾട്ട് വരുന്നത് ജൂലൈയിലാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയൊക്കെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇത് തന്നെ ജനറൽ കാറ്റഗറി വരുന്നുണ്ട്, F&A വരുന്നുണ്ട്, S&P വരുന്നുണ്ട്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ വേക്കൻസി 4, അൺറിസർവ്ഡ് 2, EWS 1, OBC 1. F&A 4 വേക്കൻസിയാണ്, അൺറിസർവ്ഡ് 2, OBC 2. S&P 2 വേക്കൻസിയാണ്, SC 1, OBC 1. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 വരെയാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മാസം ടോട്ടൽ കിട്ടുന്നത് 36,220 രൂപയായിരിക്കും. പ്രായപരിധി 28 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. വേക്കൻസി 6 ആണ്. അൺറിസർവ്ഡ് 1, SC 1, OBC 1. പിന്നീട് ബാക്ക്ലോഗ് വേക്കൻസി വരുന്നുണ്ട്. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 4 ആണ്. 25,500 മുതൽ 81,100 വരെയാണ്. ടോട്ടൽ ലഭിക്കുന്നത് 47,415 രൂപയാണ്. പ്രായപരിധി 27 വയസ്സ് വരെയാണ്. അപ്പോൾ ഈ 2 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റുകളിൽ 1 പോസ്റ്റ് എക്സ് സർവീസ്മെനും 1 പോസ്റ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും റിസർവ്ഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 പോസ്റ്റുകളുടെയും സെപ്പറേറ്റ് പോസ്റ്റ് കോഡ് എഴുതി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. സിംഗിൾ ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണെന്നുള്ളത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. +2 കൂടാതെ പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പ് സ്പീഡ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സ്പീഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ +2 കൂടാതെ പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പ് സ്പീഡ് ആൻഡ് ഇൻ യൂസിങ് കമ്പ്യൂട്ടർ ആസ് പെർ ദ പ്രിസ്ക്രൈബ്ഡ് നോംസ് ഫിക്സ്ഡ് ബൈ DOPT ഫ്രം ടൈം ടു ടൈം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ഒക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3 ഇയർ ഡിപ്ലോമ പഠിച്ചവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. അത് +2 ഇക്വലൻ്റ് ആയിട്ട് കൂട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ഇനി അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 കൂടാതെ പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രഫി ആണ് വേണ്ടത്. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. ശമ്പളം കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാം, ടൈപ്പിംഗ് ടെസ്റ്റ്, സ്റ്റെനോഗ്രാഫി ടെസ്റ്റിൻ്റെയൊക്കെ തന്നെ എക്സാം മീഡിയം ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യണം. ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്യേണ്ടതാണ്. അത് വെച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് 2 ഇയേഴ്സ് പ്രൊബേഷൻ ഉണ്ടായിരിക്കും. മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. നിങ്ങൾ SC ST OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെങ്കിലും PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2 പേപ്പറാണ് വരുന്നത്. OMR ബേസ്ഡ് എക്സാം ആണ് വരുന്നത്. എക്സാം മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും. +2 ലെവൽ എക്സാം ആണ് വരുന്നത്. 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് വരുന്നത് പേപ്പർ 1.
മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 200 മാർക്കിനാണ്. നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല. ഇതിൽ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷണൽ ജഡ്ജ്മെൻ്റ് ആണ്. ഇനി അടുത്ത പേപ്പർ 2 ആണ്. ഇതിൽ വരുന്നത് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. 150 മാർക്കിനാണ്. നെഗറ്റീവ് മാർക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ടൈപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് വരുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ആണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. 10 മിനിറ്റ്സ് ആണ് ടൈം അലോ ചെയ്യുന്നത്. ഈ 2 പേപ്പറും ക്വാളിഫൈ ചെയ്ത് പ്രൊഫഷൻസി ടെസ്റ്റും ക്വാളിഫൈ ആകുന്നവർക്കാണ് സെലക്ഷൻ കിട്ടുന്നത്. അടുത്ത പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. ഇതിൽ ഒരു പേപ്പർ മാത്രമേ വരുന്നുള്ളൂ. +2 ലെവൽ എക്സാം ആണ് വരുന്നത്. സബ്ജക്ട്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷൻസി ടെസ്റ്റിന് സ്റ്റെനോഗ്രാഫി ഉണ്ടായിരിക്കും. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് cftri.res.in അല്ലെങ്കിൽ recruitment.cftri.res.in. ഇതിലേതെങ്കിലും ഒരു സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST അല്ലെങ്കിൽ PWD അല്ലെങ്കിൽ വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എക്സ് സർവീസ് മെൻ ആണെങ്കിലും എക്സാം ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കി എല്ലാവരും അടയ്ക്കണം. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, റെലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പ്രൂഫ് ഓഫ് റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീസ്, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ പ്രൂഫ് വേണം. ഈ റെസീറ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെയും കോപ്പി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. മറ്റെന്തെങ്കിലും റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ലെജിബിൾ ആയിരിക്കണം, വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ടും സ്റ്റെനോഗ്രാഫറായിട്ടും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. CFTRIയിലാണ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് 7 ആണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.